ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ.ഡി. നടപടിയും സ്ഥിരീകരിക്കുകയാണ് CPIM. പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അറിയിക്കുന്നു. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ടെന്നും വാർത്താക്കുറിപ്പിലൂടെ പാർട്ടി അറിയിക്കുന്നുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ പലതവണ മാധ്യമപ്രവർത്തകർ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ ഔദ്യോഗികമായി ഒന്നും അറിഞ്ഞിട്ടില്ല, മാധ്യമ വാർത്തകളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇ.ഡി. പാർട്ടി ഔദ്യോഗികമായി ഇത് അറിയിച്ചിട്ടുണ്ടെന്ന് വേണം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? വിജയകുമാർ, അത്തരത്തിൽ തന്നെയാണ്. ഇന്നലെയും ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. അന്നേരവും ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇതുവരെയും ഔദ്യോഗികമായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച സംബന്ധിച്ച് ബാങ്കിന് വിവരം കിട്ടിയതായി ഈ CPM നേതാക്കൾക്ക് ഒരു വിവരം ലഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ടൊരു വിവരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു നേതൃത്വം വിശദീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരം CPM പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇത് സ്ഥിരീകരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പേരിലാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ 4.66 സെന്റ് സ്ഥലം ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലം കണ്ടുകെട്ടി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2 സ്ഥിര നിക്ഷേപങ്ങൾ, അതോടൊപ്പം തന്നെ ചില ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു എന്ന് പറയുന്നു. അതിൽ ഈ ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അക്കൗണ്ടുകൾ ഏതൊക്കെയെന്ന് കൃത്യമായി വിശദീകരിക്കുന്നില്ല. എന്തായാലും ഈ കേന്ദ്ര BJP ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വേട്ട നടത്തുകയാണെന്നും അതിനാൽ ഇതിനെ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് CPM വിശദീകരിക്കുന്നത്. ക്രമക്കേട് നടത്തിയവരെ മാപ്പുസാക്ഷികളാക്കി നിർമ്മിത മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി CPM വിരുദ്ധ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൊടകര കുഴൽപ്പണ വിഷയം ഉയർത്തിക്കൊണ്ടൊരു പ്രതിരോധം തീർക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൊടകര കുഴൽപ്പണവും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കള്ളനോട്ടടിയും സംബന്ധിച്ച് സംസ്ഥാന പോലീസ് തന്നെ ഈ കേന്ദ്ര ഏജൻസികളോട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുകയാണ്. BJP നേതാക്കന്മാർ പ്രതികളായി എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ണടച്ചിരിക്കുന്നത് എന്നൊരു വിമർശനം ഉയർത്തുന്നത്. അത് കൃത്യമായി ഈ കരുവന്നൂർ വിഷയത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ കുഴൽപ്പണ വിഷയം കൂടി CPM പ്രതിരോധ ആയുധമാക്കാനുള്ള ഒരു നീക്കമാണ്. അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സജീവമാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് CPM നടത്തുകയും ചെയ്യും. വിജയകുമാർ, 4.66 സെന്റ് ഭൂമി കണ്ടുകെട്ടിയ കാര്യവും 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടുകളും മരവിപ്പിച്ച കാര്യവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.